നമ്മളിപ്പം പഞ്ചാബിലാണുള്ളത്. പഞ്ചാബിലെ സുവർണക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അപ്പോൾ അവിടുന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കുറച്ച് ഇങ്ങോട്ട് നടന്നിട്ട് വരണം. അപ്പോൾ നടക്കുന്നതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സ്ഥലമാണ് കേട്ടോ, നല്ല കാണാൻ, നല്ല രാത്രിയൊക്കെ ലൈറ്റൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നടന്ന് നമ്മൾ നേരെ എത്തുന്നത് സുവർണക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ ഇതുകൊണ്ട കാഴ്ചകളും റോഡ് അരുവികളിലെ ലൈറ്റുകളും. നമ്മുടെ റൂം കുറച്ച് അങ്ങോട്ടാണ്. അപ്പോൾ അവിടുന്ന് ആ റൂമിൻ്റെ അടുക്കുന്ന് നടക്കേണ്ട ദൂരമുണ്ട്. ഓട്ടോന് പോകാം. ഓട്ടോയിൽ ഭയങ്കര രസമാണ്. ഓട്ടോയിൽ പിന്നെ മുന്നിൽ ഡ്രൈവർ 2 സൈഡിലും ഇരിക്കാൻ പറ്റും, നമുക്ക് ബാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കാൻ പറ്റും, പിന്നെ പുറംതിരിഞ്ഞിരിക്കാൻ പറ്റും. നല്ല രസം. ഇതൊക്കെ നമ്മുടെ ടീംസാണ് കേട്ടോ. ആ തൊപ്പിയാണ് നമ്മുടെ സിഗ്നൽ. ആ തൊപ്പി കണ്ടിട്ടാണ് നമ്മളെ ആൾക്കാരെ തിരിച്ചറിയുന്നത്. 10-38 പേരുണ്ടല്ലോ. അപ്പോൾ എവിടെയും കായപ്പോയെങ്കിൽ ആ തൊപ്പിയിലൂടെ നമ്മളാളെ തിരിച്ചറിയും. അപ്പോൾ ഇതെല്ലാവരും കൂടെ നടന്ന് നല്ല എൻജോയ് ചെയ്തിട്ട് പോവാന്ന്. ബാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ബാ, എല്ലാവരും അങ്ങോട്ടെത്തി നമുക്ക് പോവാം. അപ്പോൾ രാത്രിയിലെ ഈ കാഴ്ചകളും നമ്മളെ നടത്തവും ഭയങ്കര രസമാണ്. നമുക്ക് അവിടെ നിന്ന് നടക്കുന്നത് എത്ര ദൂരം നടന്നാലും നമുക്ക് അത് വലിയ ഫീലിംഗ് ആയിട്ടൊന്നും തോന്നൂല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ വർത്തമാനം പറഞ്ഞിട്ടും കാഴ്ചകളൊക്കെ കണ്ടിട്ടും നമുക്ക് ഇങ്ങനെ പോകും. അവിടെ എത്തുന്നതൊന്നും അറിയില്ല. അപ്പോൾ കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട്. നമ്മൾ നടക്കാമെന്ന് വെച്ചിട്ടാണ് നിന്നത്. ഓട്ടോ ഉണ്ടോ പിന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഓട്ടോന് പ്രത്യേകതയുള്ള ഓട്ടോ ഇവിടെ. നല്ല രസമാണ്, നല്ല കാഴ്ചകളും. ഒരിക്കലെങ്കിലും എല്ലാവരും വന്ന് കാണണം പഞ്ചാബ്. കണ്ടോ, ഇതാ നമ്മുടെ കൂടെ വന്ന ആൾക്കാർ. നല്ല രസമാണ്. രാത്രിയിലെ നടത്തം ഭയങ്കര രസമാണ്. കണ്ടോ കാഴ്ച. നമ്മൾ അവിടുന്ന് കൈ കഴുകി ഇതിനുള്ളിൽ കയറണമെങ്കിൽ കൈയും കാലും കഴുകണം. ഇപ്പം കാല് കഴുകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെള്ളം. കണ്ടോ, സുവർണക്ഷേത്രത്തിലേക്ക് നമ്മൾ അകത്തേക്ക് കയറുന്നത്. കാല് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച ശേഷം നമുക്ക് അകത്ത് കയറാൻ പറ്റും. ഇതെല്ലാം നമ്മളെ കൂടെ ഇവിടുത്തെ ആചാരങ്ങൾ. കാല് കഴുകുക, അകത്തേക്ക് പ്രവേശിക്കുക. കേട്ടോ, മാറ്റിലൊക്കെ കാല് വെള്ളം ഉണ്ടാവില്ല. ആണ് കാല് കഴുകുന്നതാണ്ട. നല്ല ശുദ്ധ വെള്ളം കേട്ടോ. നമ്മൾ കാല് കഴുകിയാലും അവിടെ മോശമൊന്നും വരില്ല. വെള്ളം നല്ല ശുദ്ധ വെള്ളമായിട്ട് ഉണ്ടാകാം. എന്നുവെച്ചാൽ ആരും പുറത്തുനിന്നും മോശമായിട്ട് വരുന്നൊന്നുമില്ലല്ലോ. പുറത്ത് ചെരുപ്പ് അഴിച്ച് അവിടെ നിന്ന് കാല് കഴുകിയാൽ ഉള്ളിലേക്ക് കയറും. ഇത് കേട്ടോ, ഇതിൻ്റെ ഉള്ളിലാണ് ക്ഷേത്രത്തിൻ്റെ ക്യൂ നിൽക്കുന്ന സ്ഥലം. അതിൻ്റെ ഉൾഭാഗം സുവർണക്ഷേത്രം കുറച്ച് അപ്പുറത്തേക്ക് പോകണം. അതിനുള്ളിൽ കയറിയിട്ട് കുറച്ച് ക്യൂ ഒക്കെ നിന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. ഭയങ്കര സംഭവമാണ് കേട്ടോ ഇത് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടം. സത്യം പറയാൻ വെച്ചാൽ നിൽക്കേണ്ട ഗാലറി. ഇതാണ് സുവർണക്ഷേത്രം, പഞ്ചാബിലെ സുവർണക്ഷേത്രം. രാത്രി 8-8:30 മണിയായിട്ട് ഉണ്ടാവും. മാർബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. നിലത്ത് തണുപ്പാണ്. ഞങ്ങളെ നല്ല ഭയങ്കര രസതാ. കണ്ടോ എല്ലാവരും ഇതാ മെല്ലനെ അങ്ങോട്ടേക്ക് പോകണം. കണ്ടോ, വെള്ളത്തിന് ചുറ്റുമാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഗോൾഡൻ ടെമ്പിളിൻ്റെ ചുറ്റോടുള്ള ഭയങ്കര കാഴ്ച. കണ്ടോ, ചുറ്റും വെള്ളം. പുറത്തുനിന്ന് ഭയങ്കര കാണാൻ വേണ്ടി ഭയങ്കര രസമാണ്. മരങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത്. കണ്ടോ, കണ്ടാലും മതിയാവില്ല. എന്ത് ഭംഗിയാണ്, കണ്ടാലും മതിയാവില്ല. അത്രയും നല്ല സുവർണക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും സുവർണക്ഷേത്രം തന്നെയാണ്. സ്വർണ്ണത്തിനെ കൊണ്ടാണ് മുഴുവൻ, സ്വർണ്ണത്തിൻ്റെ കളർ മൊത്തം സ്വർണ്ണം കേട്ടോ. ഇതാണ് സുവർണക്ഷേത്രം. അതിൻ്റെ ഉള്ളിലേക്കാണ് ഞങ്ങൾ പോകേണ്ടത്. നമ്മൾ ഫുഡ് കഴിക്കുവാന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ചെറുപയറെന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലത്തെ ഒരു രുചി, പക്ഷേ ഇത് പച്ച കളറാന്ന് മാത്രം. നല്ല ടേസ്റ്റ് കേട്ടോ. പരിപ്പ് കുഴപ്പമില്ല, നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷേ ചെറുപയറാണ് ഭയങ്കര ടേസ്റ്റ്, പച്ച കളറാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരു ചപ്പാത്തി തരുമ്പോൾ നമ്മൾ 2 കൈ കൊണ്ട് വാങ്ങണം. ഒരു പ്ലേറ്റൊന്നും ഇട്ട് തരില്ല. 2 കൈ നീട്ടി നമ്മൾ ആ ചപ്പാത്തി വാങ്ങണം. ഒരു കൈ കൊണ്ട് വാങ്ങുമ്പോൾ അവർ തരില്ല. 2 കൈ നീട്ടണം ഇദ്ദേഹത്തേക്ക് നമ്മൾ തരണ്ടിക്ക്.
പായസം ഉണ്ട് കേട്ടോ, പായസം കുടിച്ച് നോക്കില്ല, കുടിച്ച് നോക്കട്ടെ പായസം. മധുരം കുറവാ, നമ്മുടെ നാട്ടിൽ അത്ര ടേസ്റ്റ് ഒന്നുമില്ല. പഞ്ചാബിലെ സുവർണക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് സ്ഥലങ്ങളും 10 ദിവസത്തെ ടൂറായതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഓരോ വീഡിയോസിലും ഞാൻ കുറച്ച് സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.